വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ചവറയിലെ LDF സ്ഥാനാർത്ഥി സുജിത്ത് വിജയൻപിള്ള വോട്ട് തേടുന്നത്. കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നത്, അതിന് മുമ്പ് 5 വർഷം വിജയനായിരുന്നു, അച്ഛനായിരുന്നു. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. ആ സമയത്ത് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓരോ കാലഘട്ടത്തിലും പുതിയ വികസനത്തിൻ്റെ തുടർച്ച ഉണ്ടാകണം. പൂർത്തീകരിച്ച പ്രവൃത്തികളുണ്ട്, ഇനി പൂർത്തീകരിക്കാൻ ആരംഭിച്ചു വെച്ച പ്രവൃത്തികളുണ്ട്, പകുതിയായ പ്രവൃത്തികളുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർത്തീകരിക്കണം. പുതിയ ഉയരങ്ങളിലേക്ക്, പുതിയ മാനങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളും അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും എത്തണം. അപ്പോൾ അതിന് LDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. കഴിഞ്ഞ തവണ ഒരു ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു. ഇത്തവണയും കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നല്ല മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് ചവറ മാറിയിട്ടുണ്ട്. ഇത്തവണയും വികസന തുടർച്ച എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള വോട്ട് അത് ചവറയിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പൊതുമുഖമായിരുന്നു. അതിൻ്റേതായ കുറേ കടുത്ത മത്സരം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ കടുത്ത മത്സരം ഉണ്ടോ? ഈ പ്രാവശ്യം കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ മണ്ഡലത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതെല്ലാം വോട്ടായി മാറും തന്നെയാണ് വിശ്വാസം. LDF തോന്നണം, പക്ഷേ ചിഹ്നം ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്ന് തോന്നല്ലേ? ചിഹ്നം അത് നടപടിക്രമം പൂർത്തീകരിക്കുവാൻ എനിക്ക് തോന്നുന്നു 26-ാം തീയതിയാകും ഭരണാധികാരി. അപ്പം വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ആ ഒരു ദിവസം എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ 5 വർഷവും ചവറയിൽ തന്നെ അസംബ്ലി ഇല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ സമയവും ചവറയിൽ തന്നെ പ്രവർത്തിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നില്ല. ഇവരെല്ലാം നിരവധി തവണ ഈ യൂണിറ്റിലടക്കം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടാകും. പക്ഷേ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ തവണ തോറ്റ ശേഷം ഷിബു ബേബി ജോൺ ഈ മണ്ഡലത്തിൽ തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. അതെ, അദ്ദേഹവും പ്രവർത്തിക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 3 സ്ഥാനാർത്ഥി NDA ആയാലും UDF ആയാലും LDF ആയാലും അവർക്കൊക്കെ ഒരു RSP മുൻ പശ്ചാത്തലം കൂടി ഉള്ള ആൾക്കാർ കൂടിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിനായാലും എല്ലാവിധ ആശംസകളും. വളരെ സൗമ്യമായി സംസാരിക്കുകയും അതുപോലെ സ്നേഹത്തോടു കൂടിയും ജനങ്ങളോട് ഇടപെടുകയും ചെയ്യുന്ന ഒരു MLA ആണ് സുജിത്ത് വിജയൻപിള്ള. എല്ലാവിധ വിജയാശംസകളും.